ഹായ് ഓൾ, നമ്മൾ പേജ് നമ്പർ 31 ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് യൂസിങ് ഓൾജിബ്ര എക്സ്പ്ലെയിൻ 1/10, 11/100, 111/1000 etc. of any number get closer and closer to 1/9 of that number. എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയുടെയും 1/10, 11/100, 111/1000 ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ എടുത്താൽ അവ ആ സംഖ്യയുടെ 1/9 അടുത്ത് കിടക്കുന്നു എന്നാണ് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളോട് ഒരു സംഖ്യ, ഏതെങ്കിലും ഒരു സംഖ്യ എന്നാണ് പറഞ്ഞത്. ഇത് ബീജഗണിതം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാത്തൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എക്സ് എന്നുള്ള വേരിയബിൾ, ഏതെങ്കിലും ഒരു ലെറ്റർ എടുത്തിട്ട് അത് അങ്ങനെയുള്ളൊരു വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കും. ഈ സംഖ്യ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യയുടെ 1/10 ഭാഗം, അപ്പൊ എക്സിന്റെ 1/10 ഭാഗം എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ 1/10 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സിനെ 10 ഭാഗങ്ങളാക്കിയാൽ ഇങ്ങനെ 10 ഭാഗങ്ങളാക്കിയാൽ അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എക്സിനെ എക്സ് ഇൻറ്റു 1/9, എക്സിനെ 1/9 ഭാഗമാക്കുന്ന, എക്സിനെ നമ്മൾ 9 ഭാഗമാക്കിയിട്ടില്ല അതിലൊരു ഭാഗം. ഇതേപോലെ എക്സിനെ 10 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം, അതേപോലെ തന്നെ എക്സിനെ 9 ഭാഗമാക്കി എടുക്കുന്ന ഒരു ഭാഗത്തോട് ഏകദേശം ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മള് എക്സ് എന്ന് പറഞ്ഞത് 36 ആയിട്ട് എടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്നത് 36 ആയിട്ട് എടുത്തു കഴിഞ്ഞാല് ഈ 36ന്റെ 1/10 പോർഷൻ, 36ന്റെ 1/10 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36/10 എന്ന് പറയുന്നത് 3.6. ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ 36ന്റെ 1/9 ഏകദേശം അടുത്ത് വരുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 36/9 എന്ന് പറയുന്നത് 4 ആണ്. നോക്കിയേ, ഈ 4 എന്ന് പറയുന്നത് 3.6, 3.6നോട് അടുത്ത് നിൽക്കുന്ന വാല്യൂ ആണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പ്രൂവ് ചെയ്യാനായിട്ട്, ഇത് ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ 1/10 പകരം നമ്മൾ 1/100, 11/100 എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 36 ഇൻറ്റു 11/100 ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ 3.6നേക്കാളും കുറച്ചും കൂടി അടുത്ത 1/9നോട് കുറച്ചുകൂടി അടുത്ത് കിടക്കുന്ന വാല്യൂ കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 36 ഇൻറ്റു 11/100 എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. 36 ഇൻറ്റു 11 എന്താ? 616, 313, 616, 313 അല്ലേ? അപ്പോൾ 396 കിട്ടും. അപ്പോൾ നോക്കുക, 396/100 വരുന്നത് അല്ലേ? 396/100 വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരിക? 3.96. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും 1/10 എടുത്തപ്പോൾ കിട്ടിയതിനേക്കാളും ഈ 4നോട് കുറച്ചും കൂടി അടുത്ത വാല്യൂ ആണ് 3.96. ഇനി 111/1000 എടുത്തു കഴിഞ്ഞാൽ 4നോട് കുറച്ചും കൂടി അടുത്ത വാല്യൂ കിട്ടും. ഇങ്ങനെ ഇതാണ് നമ്മൾ എന്താ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു നമ്പർ എന്നാ പറയണം. അപ്പൊ സംഖ്യ നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഇനി ഒരു സംഖ്യയുടെ 1/9 ഭാഗമാണോ 1/10 ഭാഗമാണോ? 10 ഭാഗം എടുത്താലാണ് നമുക്ക് വലിയ പോർഷൻ കിട്ടുക. നമ്മൾ പറഞ്ഞു 36ന്റെ 1/10 ഭാഗം എന്ന് പറയുന്നത് 3.6ഉം 36ന്റെ 1/9 ഭാഗം എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞു.
അപ്പോൾ ഇതിൻ്റെ അകത്ത് 1/9 ഭാഗം എടുത്താലാണ് നമുക്ക് കുറച്ചും കൂടി വലിയ പോർഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സംഖ്യയുടെ 1/9 ഭാഗത്തിൽ നിന്ന് 1/10 ഭാഗം കുറച്ചാൽ കിട്ടുന്നതാണ് അവയുടെ ഡിഫറൻസ്. അത് 11, ഇനിയിപ്പോൾ 36 പകരം 36 × 1/10 പകരം 36 × 11/100 എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3.96 കിട്ടി. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് പിന്നെയും കുറഞ്ഞു. ഇങ്ങനെ ആകും തോറും അപ്പോൾ ഇനി 36 × 111/1000 എടുത്താലോ വീണ്ടും ഈ 4ഉം ഇതും തമ്മിലുള്ള ഡിഫറൻസ് കുറയും. അപ്പം ഇങ്ങനെയാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സംഖ്യയുടെ 1/9 നിന്ന് 1/10 കുറക്കുമ്പോൾ കിട്ടുന്നതിലും കുറവായിരിക്കും എന്ത് 11/100 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ 1/9 നിന്ന് 1/10 കുറയ്ക്കുക. അപ്പോൾ ഇവിടുന്ന് 4 നിന്ന് 3.6 കുറക്കുന്നതിലും അപ്പോൾ കിട്ടുന്നതിലും കുറവായിരിക്കും 4 - 3/3.96 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ. ഇങ്ങനെ ഇനിയിപ്പോൾ 111/1000 എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ ഇതിലും കുറവായിരിക്കും അല്ലേ? അത് തമ്മിലുള്ള ഡിഫറൻസ് 4ൽ നിന്നുള്ള ഡിഫറൻസ് പിന്നെയും കുറഞ്ഞു വരും. ഇങ്ങനെ കുറഞ്ഞു വരുന്നു എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് സംഖ്യ എക്സ് എടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓൾജിബ്ര ഫോമിലാണ് ചെയ്യേണ്ടത്. ഓൾജിബ്ര ഫോമിൽ എന്ന് പറഞ്ഞാൽ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സംഖ്യ എക്സ് എന്ന് എടുത്തു. ഈ എക്സിൻ്റെ 1/9 ഭാഗം എന്ന് പറയുന്നത് 1/9 ഭാഗത്തിൽ നിന്നും എക്സിൻ്റെ 1/10 ഭാഗം കുറച്ചാൽ കിട്ടുന്നത് അല്ലേ? എക്സിൻ്റെ 9 ഭാഗത്തിൽ നിന്നും എക്സിൻ്റെ 10 ഭാഗം കുറച്ചാൽ എത്ര കിട്ടും? ഇതെങ്ങനെ ചെയ്യാം? x/1 x/9 മൈനസ് x/10. ഇനിയോ ഇനി നമ്മളിതെങ്ങനെ ചെയ്യും? LCM എടുക്കാം അല്ലേ? LCM എന്തായിട്ട് വരും? 90. 10 × x 10x മൈനസ് 9 × x 9x. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ 9 × 10 90, 10x മൈനസ് 9x. അപ്പം ഇനി എന്ത് ആൻസർ കിട്ടും? x/90 ആൻസർ കിട്ടും. അപ്പം നമുക്ക് എക്സിൻ്റെ 1/9 പോർഷനിൽ നിന്നും എക്സിൻ്റെ 1/10 പോർഷൻ കുറച്ചപ്പോൾ x/90 കിട്ടി. അപ്പോൾ നമുക്ക് x/90 എന്ന് കിട്ടി. ഇനി പിന്നെ നമ്മൾക്ക് പറഞ്ഞത് 11/100 വെച്ച് ചെയ്ത് നോക്കാനാണ് അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും x × 1/9 മൈനസ് x × 11/100 വെച്ച് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? x × 1/9 x/9 മൈനസ് x × 11 11x by 100. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 900 100x മൈനസ് 9 × 11 99x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100x എന്ന് 99x ആയി പോയാൽ ഒരു x by 900. ഇനി നമ്മളോട് പറഞ്ഞത് എന്താ? 111/1000 വെച്ച് ചെയ്ത് നോക്കാനാണ്. x × 111/1000. അപ്പോൾ എങ്ങനെ വരും? x × 1/9 x/9 മൈനസ് 111
എക്സ് ബൈ 1000. എങ്ങനെ വരും? അടിയിൽ 9000 1000x minus 9999x വരും. ഇനി 1000 999 കുറച്ച് കഴിഞ്ഞാൽ ഒരു എക്സ് ഉണ്ടാവുള്ളൂ ബൈ 9000. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് ബൈ 90 നമുക്ക് എങ്ങനെ കിട്ടിയത്? എക്സ് ബൈ 90 കിട്ടി. പിന്നെയോ എക്സ് ബൈ 900 കിട്ടി, എക്സ് ബൈ 9000. ഇങ്ങനെയാണല്ലോ കിട്ടിയത്. ഒരു സംഖ്യയെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണോ കിട്ടുന്ന സംഖ്യയേക്കാൾ കുറവായിരിക്കും നമുക്ക് 900 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അല്ലേ? ഒരു സംഖ്യയെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും കുറവായിരിക്കും നമ്മൾ 900 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിലും കുറവായിരിക്കും എന്ത് 9000 90000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ. അപ്പോൾ ഈ നമ്മളിനി ഇവിടെ 1111 ബൈ 10,000 ഇട്ട് കഴിഞ്ഞാൽ അതിലും ചെറിയ വാല്യൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ ആ സംഖ്യയുടെ 1/9 അടുത്തടുത്ത് വരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും 1/10 11/100 111/1000 ഇങ്ങനെ എടുത്താൽ അതിൻ്റെ വാല്യൂ 1/9 അടുത്തടുത്ത് വരുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. നിങ്ങൾ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് അവസാനം എന്താ, ഏതൊരു സംഖ്യയുടെയും 1/10 11/100 111/1000 ഇങ്ങനെ എടുത്താൽ അത് 1/9 അടുത്ത് വരുന്നു എന്നും കൂടി എഴുതി ചേർക്കണം. ഇനി അതിൻ്റെ അകത്ത് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. യൂസ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഗോട്ട് അബൌട്ട് 2 സിംഗിൾ ഡിജിറ്റ് numbers to find the decimal form of 2/9 4/9 5/9 7/9 8/9. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? മുകളിൽ പറഞ്ഞ പൊതുതത്വം ഒരക്ക സംഖ്യകളിൽ ഉപയോഗിച്ച് 2/9 4/9 5/9 7/9 8/9 എന്നിവയുടെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മളത് പറഞ്ഞ നമ്പേഴ്സ് ഏതൊക്കെയാ? 2/9 4/9 5/9 7/9 8/9. ഈ സംഖ്യയുടെ ഒക്കെ പ്രത്യേകത എന്താ? ഈ സംഖ്യയുടെ ഒക്കെ ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് പറയുന്നത് 9, അംശം ന്യൂമറേറ്ററിലുള്ള സംഖ്യ സിംഗിൾ ഡിജിറ്റ് ആണ്, ഒറ്റ സംഖ്യകളാണ്, ഒരക്കം മാത്രമുള്ള സംഖ്യകളാണ്, അല്ലേ? 1/9 എത്രയും നമുക്കറിയാലോ. 1/9 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1/9 1/9 വാല്യൂ നമുക്കറിയാം. എങ്ങനെ? 0.11 ഇങ്ങനെ കിട്ടും, അല്ലേ? അപ്പോൾ 1/9 വാല്യൂ നമുക്കറിയാം. എങ്കിൽ 2/9 ഡെസിമൽ ഫോം എന്തായിരിക്കും? ഈ 1/9 വാല്യൂ നമുക്കറിയാമെങ്കിൽ 2/9 ഡെസിമൽ ഫോം എന്തായിരിക്കും? 2/9 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1/9 എഴുതാം. 2 × 1/9 എഴുതാം. ഇനിയോ 1/9 വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 × 0.111. അപ്പം എന്താ ആൻസർ വരിക? 0.222 എക്സെട്ര. അപ്പോൾ നമുക്ക് 1/9 വാല്യൂ അറിയുന്നത് കൊണ്ട് നമുക്ക് 0.222 എക്സെട്ര ഇട്ട് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലേ? ഇനി അടുത്തതോ? അടുത്തത് എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? 4/9 ആണ്.
ഈ 1/9 വാല്യൂ നമ്മൾ ഇതിനു മുമ്പ് കണ്ടുപിടിച്ചില്ലേ, അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ പൊതുതത്വം യൂസ് ചെയ്തിട്ടാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ 1/9 ഡെസിമൽ ഫോം കണ്ടുപിടിച്ചതായിരുന്നു. ആ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇനി 4/9 വന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 1/9, 4 × 1/9. അപ്പൊ എന്ത് വരും? 4 × 0.111 ഇങ്ങനെ എക്സെട്ര. അപ്പൊ എന്ത് വരും? 0.44 എക്സെട്ര. ഇനി 5/9 ആണെങ്കിലോ? 5/9 ആണെങ്കിൽ എങ്ങനെ വരും? 0.555 എക്സെട്ര എന്ന് വരും അല്ലേ. 7/9 ആണെങ്കിലോ? 0.777 എക്സെട്ര. 8/9 ആണെങ്കിലോ? 0.888 എക്സെട്ര. നമ്മളോട് ആ പൊതുതത്വം യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് നമുക്ക് 1/9 വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തേർഡ് പാർട്ടിൽ പറയുന്നത് വാട്ട് ക്യാൻ വി സേ ഇൻ ജനറൽ അബൌട്ട് ഡെസിമൽ ഫോം വിത്ത് എ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റിംഗ്. ഒരേ അക്കം ആവർത്തിച്ച് വരുന്ന ദശാംശ രൂപങ്ങളെ കുറിച്ച് പൊതുവെ എന്ത് പറയാം? അപ്പൊ നമുക്ക് എന്ത് പറയാം? The denominators of fraction will be 9. If a single digit will be repeating, the numerator will be any number from 1 to 8. എന്താന്ന് പറഞ്ഞാൽ ദശാംശ രൂപത്തിൽ ഒരേ അക്കം മാത്രം ആവർത്തിച്ച് വരുന്ന ഭിന്നസംഖ്യക്ക് ഛേദം 9 ആയിരിക്കും. അതായത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഡെസിമൽ ഫോമിൽ ഇവിടെയൊക്കെ നോക്കി, ഇവിടെ ഒരു അക്കം മാത്രമാണ് ആവർത്തിച്ച് വരുന്നത് അല്ലേ. ഇവിടെ 5 മാത്രം ആവർത്തിക്കുന്നു, 7 നമ്മൾ വേറെ ഡെസിമൽ ഫോംസ് ഒക്കെ പഠിച്ചിരുന്നു. 1 3 6 3 3 ഇങ്ങനെയൊക്കെ ആവർത്തിക്കുന്നു. അപ്പോൾ ഛേദം 9 ആയിട്ട് വരുന്ന ഡെസിമൽ ഫോം ഫ്രാക്ഷനിലെ ഡെസിമൽ ഫോം എപ്പോഴും ഒരു സംഖ്യ ആവർത്തിച്ച് വരുന്നതായിരിക്കും. ഇവിടെയൊക്കെ നോക്കി നമുക്ക് കാണാം 9 ആണ് ഛേദം ഡിനോമിനേറ്റർ എങ്കിൽ ഡെസിമലില് അതേ നമ്പർ തന്നെ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ എഴുതാം? The denominators of fraction will be 9. If a single digit will be repeating, the numerator will be any number from 1 to 8. മലയാളത്തിലാണെങ്കിൽ ദശാംശ രൂപത്തിൽ ഒരേ അക്കം ആവർത്തിക്കുന്ന ഭിന്നസംഖ്യക്ക് ഛേദം 9 ആയിരിക്കും. അതായത് 0.33, 0.666 എക്സെട്ര ഇങ്ങനെ വരുന്നവ. അവയുടെ അംശം 1 മുതൽ 8 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യയാവാം ഇവയിൽ. പിന്നെ അതിലൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. 3/9 അതുപോലെ 6/9 ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 3/9 എന്ന് പറയുന്നത് 3 × 3 3/9 പകരം നമുക്ക് ഇത് 1/3 എന്ന് എഴുതാം, ഇത് 2/3 എന്ന് എഴുതാം. എന്തുകൊണ്ട്? 3 കോമൺ ഫാക്ടർ ആണ് ഇതിൽ രണ്ടിലും. അപ്പോൾ 1/3 2/3 എന്നീ സംഖ്യകൾ വന്നാലും ഇതേപോലെ ഒരേ നമ്പേഴ്സ് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ 3/9 6/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 2/3 ഇങ്ങനെ വന്നു കഴിഞ്ഞാലും എന്തായിരിക്കും? ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ ഒരേ അക്കം തന്നെയായിരിക്കും ആവർത്തിച്ച് വരുന്നത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 31 സെക്കൻഡ് പാർട്ട് പ്രോബ്ലംസും കൂടി സോൾവ് ചെയ്തു. ഇനി തേർഡ് പാർട്ട് പ്രോബ്ലംസ് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്.